നല്ല കളർഫുൾ ആയിട്ടുള്ള കളർ കോഡ് ബസ്സുകളൊക്കെ കാണുന്നതിന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോട്ടോ. തിരുനെൽവേലി ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പെരിയാർ ബസ് സ്റ്റാൻഡ് തിരുനെൽവേലി അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്കത്? പെരിയാർ ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പോ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ എക്സിറ്റ് ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ എക്സിറ്റ് എന്ന് എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങ് കാണുന്ന ആ ഒരു സൈഡില്ലേ, അതൊക്കെ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളൊക്കെ നിർത്തിയിടുന്ന സ്ഥലമാണ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലേക്ക് പോകുന്ന ബസ്സിലൊക്കെ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ടൗൺ ആണ് കേട്ടോ ഈ ഒരു തിരുനെൽവേലി എന്ന് പറയുന്നത്. അങ്ങ് അവിടെ ആയിട്ട് ഒരു അമ്പലമുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ അത്? നല്ല ബിസിയാ ഇപ്പോ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന തിരക്കും തിരക്കും കാര്യങ്ങളൊക്കെയാ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി പോകുന്ന ആൾക്കാർക്കൊക്കെ കയറി പോകാൻ പറ്റുന്ന ഒരു എൻട്രി ആണ് ഇത്. നല്ല നൈസാണേ. കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയല്ല. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ? ഒരു ഈവനിങ് വോക്കായിട്ട് കൂട്ടിയാൽ മതി. ആരാ, മന്ത്രിയാണോ? മുന്നിൽ കൊടിയൊക്കെ ഉണ്ടല്ലോ, എന്താന്നറിയില്ല. എന്തായാലും നൈസാണേ. ഈ കാണുന്നതാണ് തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ കെട്ടിടം കേട്ടോ. സമയം 7 മണി ആവുന്നേ ഉള്ളൂ. ഈ സമയത്ത് വീഡിയോ എടുത്ത് എന്താ വെച്ചാല് മര്യാദക്ക് ഇത് കണ്ടോട്ടെ വെച്ചിട്ടാണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടേ, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും, ടാക്സി വണ്ടികൾ, പിന്നെ ബസ്സും കിട്ടും കേട്ടോ. ഇവിടുന്ന് തന്നെ ബസ് തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടു രാവിലെ. ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടിട്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമുക്കൊന്ന് ഛത്തീസ്ഗഡ് വരെ പോയിട്ട് വന്നാലോ? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പോകണില്ല. ഞാൻ നേരെ പാലക്കാടേക്ക് പോവാണ്. തിരുനെൽവേലി എന്നല്ല, ഞായറാഴ്ച മാത്രം സർവീസ് നടത്തുന്ന തിരുനെൽവേലി ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റിന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്ന്. എങ്ങനെയും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നാണ് ആ ഒരു സുദിനം വന്നു ചേർന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് ഇവിടുന്ന് തിരുനെൽവേലി നടക്കുന്ന സമയം പുലർച്ചെ 1:25 ഒരുമാതിരി സമയത്താണ് ഇവിടുന്ന് ഡിപ്പാർച്ചർ ടൈം ഉള്ളത്. എന്താ അല്ലേ? അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. എന്താ ചെയ്യാ, കുറെ നേരം AC വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നു. 5 മണിക്കൂറായി അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് സീരീസും കാര്യങ്ങളൊക്കെ കണ്ടു. വെറുതെ സമയം കളയണ്ടല്ലോ. നമ്മൾ ശരിക്കും വളഞ്ഞിങ്ങനെ മൂക്ക് പിടിച്ച് പോകുന്ന പോലെയാണ് പാലക്കാടേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് ശരിക്കും തിരുനെൽവേലിയിൽ നിന്ന് മധുര വഴി പൊള്ളാച്ചി അങ്ങനെ പാലക്കാടേക്ക് പോകാൻ ഈസിയാണ്, എളുപ്പമാണ്. പക്ഷെ ഈ വണ്ടി പോകുന്നത് നേരെ നാഗർകോവിൽ വഴി തിരുവനന്തപുരം കയറി ആലപ്പുഴ വഴി അങ്ങനെ പാലക്കാട് കയറിയിട്ടാണ് പോകുന്നത്. വളഞ്ഞു മൂക്ക് പിടിച്ച് പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്ലീപ്പറിന് ബുക്ക് ചെയ്തിട്ടുണ്ട് പാലക്കാട് വരെ. കിടന്നുറങ്ങിയിട്ട് പോവാം. ഗോൾഡൻ റോക്കിന്റെ WDG3A ഉണ്ടോ? ഏതോ AC കോച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാ. നമ്മുടെ വണ്ടിയുടെ റേക്ക് ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. ഈ റോഡ് ലോക്കോ ഷെഡിന്റെ WP7 ആണ് നമ്മുടെ സാരഥി. 30354 നമ്പർ ലോക്കോ ആണ് കേട്ടോ ഇത്. ഈ വണ്ടിയുടെ റേക്ക് വഞ്ചിമണിയച്ചിലുണ്ട് നമ്മുടെ അരവിന്ദ് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി തൂത്തുക്കുടി പോയിട്ട് വഞ്ചിമണിയച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ റേക്ക് അവിടെ കണ്ടു എന്ന് എന്നോട് പറഞ്ഞു. അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നത്. ഒരു 11:30 കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. അങ്ങ് അവിടെ ഒരു അജ്നിയുടെ WP7 ഉണ്ടായിരുന്നു. ഇത് നോർത്ത് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയല്ല. ഞാനും വിചാരിച്ചു അജ്നിയുടെ ആ ലോക്കോ ആയിരിക്കും കൊടുക്കാന്ന്. അതല്ല, നേരെ മറിച്ച് ഈ റോഡിൻ്റെ കൊടുത്തത് കേട്ടോ, WP7. കുറെ ഭായിമാരൊക്കെ പോകുന്നുണ്ട്. ഇവർ തന്നെ ആയിരിക്കും വണ്ടിയിൽ കൂടുതലും. നാട്ടിലേക്കൊക്കെ പോകുന്നവര് നമ്മുടെ കേരളം വഴി പോകുന്നതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ബോർഡ് കണ്ടോ? തിരുനെൽവേലി ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, മലയാളത്തിലും. ഫ്രണ്ടിലുള്ള ജനറലാണ് നിങ്ങളീ കാണുന്നത്. ഫുള്ളായിട്ടൊന്നുമില്ല, മറ്റേ മുകളിലും പുറത്തുള്ള നമ്മുടെ ദീൻ ദയാൽ കോച്ചാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒന്നും ആരുമില്ല, 2 പേരുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി സീറ്റൊക്കെ വേക്കൻ്റാ. ആൾക്കാർ കയറും കേട്ടോ. ഇതിപ്പോ ഒരുമാതിരി സമയത്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് ആൾക്കാരില്ലാത്തത്. ഇത് 2ാമത്തെ ജനറൽ കോച്ചാണ്. ഇതിന് മറ്റേ ജനനായകന്റെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ട്. കുറെ കോച്ചിനുണ്ട്. AC കോച്ചിനൊക്കെ ഈ ജനനായകന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം.
ഇത് നമ്മുടെ സദേൺ റെയിൽവേയുടെ വണ്ടിയാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ പറയാവേ. ഈ കാണുന്ന ജനറൽ കോച്ച് 2024 നിർമ്മിച്ചതാ. 2 ജനറൽ കോച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് A1 സെക്കൻഡ് AC ആണ്. സെക്കൻഡ് AC ആ ഒരു A1 മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിൽ വരുന്നത് തേർഡ് AC ആണ്. B1 ഉണ്ട്. 2018 നിർമ്മിച്ച കോച്ച. അത് കഴിഞ്ഞാൽ പിന്നെ B2. നമ്മുടെ കേരളത്തിലൊക്കെ നല്ല മഴയാ. ഇവിടെയാണെങ്കിൽ നോക്കിയേ, നല്ല തെളിഞ്ഞ ആകാശം, ചന്ദ്രനൊക്കെ അതെ കാണാൻ പറ്റുന്നുണ്ട് വൃത്തിക്ക്. ഇത് നമ്മളെ നേരത്തെ കണ്ട WDG3. അത്യാവശ്യം ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിൻ അല്ലേ, അതുകൊണ്ട് എന്തായാലും AC കോച്ചുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. തേർഡ് AC തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഇതിനും ജനനായകന്റെ പരസ്യമുണ്ട് കേട്ടോ. ഇത് B5 ആണേ. അടുത്തത് B6. ഇതിന് ജനനായകന്റെ അല്ല, സ്ക്വയർ ഗ്രൂപ്പ്. യുവർ ഹോം, യുവർ ഡ്രീം, യുവർ ചോയ്സ്. പ്ലോട്ട് വില്ലാസ് അപ്പാർട്സ്. എന്തോ അതിന്റെ പരസ്യം ഒട്ടിച്ചതാ. 6 തേർഡ് AC ആണ് ഉള്ളത്. ഈ കാണുന്നത് M1 ആണ്. തേർഡ് AC എക്കണോമി 2021 നിർമ്മിച്ച കോച്ച. ആൻഡ് ലാസ്റ്റ് M2 തേർഡ് AC എക്കണോമി തന്നെയാണ് കേട്ടോ. M1 M2 2 AC എക്കണോമി കോച്ച് ഉണ്ട്. 6 തേർഡ് AC, 1 സെക്കൻഡ് AC. ഫസ്റ്റ് AC ഇല്ല. M2 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്ലീപ്പർ ആണ്. ഇത് കാണുന്നത് S1 ആണ്. 2021 നിർമ്മിച്ച കോച്ച. എൻ്റെ S5 സൈഡ് ലോവറാണ് കിട്ടിയത്. നടുക്കുള്ള സീറ്റാ. എന്തോ ഭാഗ്യത്തിന് വാതിലിൻ്റെ അടുത്തുള്ള ആ സീറ്റ് കിട്ടിയില്ല. തിരുനെൽവേലി നീ ഡിപ്പാർട്ടായി പോകുന്നത് പുനലൂർ മധുര എക്സ്പ്രസ് ആണേ. ഈ വണ്ടിക്ക് കുറേ നാൾ മുന്നേ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. മധുരയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോയതെന്ന് തോന്നുന്നു. ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റിന് ടോട്ടൽ 7 സ്ലീപ്പറാണ് ഉള്ളത്. S1 തൊട്ട് S7 വരെ. ഈ കാണുന്നത് S7 ആണ്. ഇതിനും ജനനായകന്റെ പരസ്യമാണ്. ഇതൊരു 2018 നിർമ്മിച്ച കോച്ച. സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടല്ലേ കാണാൻ. വലിയ ഭംഗി കുറവൊന്നുമില്ലല്ലോ, കൊള്ളാം. S7 കഴിഞ്ഞാൽ പിന്നെയും 2 ജനറൽ, മുന്നിൽ 2 ബാക്കിൽ 2, അങ്ങനെ ടോട്ടൽ 4 ജനറൽ കോച്ചാണുള്ളത്. അത് തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. അവരൊന്ന് ബലം പിടിക്കുക ഡോർ തുറക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ആൽക്കോ 2 AC കോച്ച് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞില്ലേ? 2 ഇല്ല കേട്ടോ, ഒരു AC കോച്ചാണേ. ഒന്ന് മറ്റേ ലഗേജ് കം ബ്രേക്ക് വാനാ. എന്നിട്ട് അത് രണ്ടും പുനലൂർ മധുര എക്സ്പ്രസിന്റെ ഏറ്റവും ബാക്കിൽ കപ്പിൾ ചെയ്തിട്ട് മധുരയിലേക്ക് കയറ്റി വിട്ടു ഇവിടുന്ന്. നമുക്കിപ്പം നമ്മുടെ SI കോച്ചിൽ കയറാം. ബാഗും കാര്യങ്ങളൊക്കെ സീറ്റിൽ വെക്കാം. ഇതൊരു നോക്കട്ടെ, വെസ്റ്റേൺ റെയിൽവേക്ക് ഉണ്ടായിരുന്ന കോച്ചാ. എന്നിട്ട് ആ സ്റ്റിക്കറൊക്കെ മായ്ച്ചു കളഞ്ഞു, കാണുന്നില്ല അത്. ആ W ആ ഒരു അടയാളം, ആ സ്റ്റിക്കർ പറിച്ചു കളഞ്ഞെടുത്ത് ആ ഒരു അടയാളം ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. വെസ്റ്റേൺ റെയിൽവേയുടെ ഉണ്ടായിരുന്ന കോച്ചാ S5. 2022 നിർമ്മിച്ച കോച്ചാണ് കേട്ടോ ഇത് S5. അപ്പം നമുക്ക് മെല്ലെ ഉള്ളിലോട്ട് കയറാം. ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ. സമയം പോണേ ഇല്ല. ഇപ്പം 12:45 എങ്ങനെയൊക്കെയോ മുക്കാലാക്കി. ഞാൻ പുറത്തു പോയിട്ട് 2 സമൂസ മേടിച്ചിട്ട് വന്നു, അതുകൊണ്ട് കഴിച്ചു. സമൂസയുടെ ഉള്ളിൽ ഉരുളക്കിഴങ്ങായിരുന്നു. രാത്രിക്ക് പിന്നെ കഴിച്ചിട്ട് ഗ്യാസ് ഒക്കെ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിച്ചില്ല, അതങ്ങനെ കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഉറക്കമൊന്നും ശരിയായില്ല. പാലരുവിക്ക് വന്നിട്ട് ആ ഡോറിന്റെ സൈഡിൽ ആ സീറ്റ് ഉണ്ടായിരുന്നത്, ആൾക്കാർ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ പിന്നെ കാറ്റടിച്ചിട്ടൊക്കെ ഡോർ അടഞ്ഞിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല.
പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫാമിലി തിരുനെൽവേലി ഇറങ്ങുന്നതായിരുന്നു. അവരാണെങ്കിൽ നാഗർകോവിൽ കഴിഞ്ഞപ്പോൾ തൊട്ടേ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും വർത്താനും. മൊബൈലിലാണെങ്കിൽ റിങ് ചെയ്യുന്നു, അതാണ് കൊടുക്കത്ത സൗണ്ട്. എന്തോന്ന് പറയാനാ. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എൻ്റെ ആ ഒരു സൈഡ് ലോവർ സീറ്റിൽ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇരുന്നു. എന്നെ ടച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഉറക്കം അറിയുമല്ലോ. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല. ഇന്ന് നല്ല മര്യാദക്ക് ഉറങ്ങണം. ചെറിയൊരു തിരുത്തുണ്ടേ. നാഗർകോവിൽ എന്ന് പറഞ്ഞു ഈ പാലരുവി എക്സ്പ്രസ് എങ്ങനെ നാഗർകോവിൽ പോകാനല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ ട്രോളാൻ വേണ്ടിയിട്ടല്ലേ. അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി, പറ്റിപ്പോയി. ചെങ്കോട്ട കഴിഞ്ഞ പിന്നെയാണ്, പുനലൂര് ചെങ്കോട്ട ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് ഈ ഫാമിലി എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി തുടങ്ങിയത്. ഞാനിപ്പോൾ ഈ ഒരു കോച്ചിൽ സൈഡ് ലോവറിൽ ഒരു പുള്ളി ഇരിക്കുന്നുണ്ട്, നല്ല ബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ സൈഡ് ലോവറിൽ അങ്ങനെ കിടക്കുക. എന്താ അല്ലേ, സിവിക് സെൻസ് എന്ന് പറയുന്നത് 100%. അതിൽ നമ്മൾ ഇന്ത്യക്കാരെ തോപ്പിക്കാൻ പറ്റില്ല ഗൈസ്. ചെരുപ്പ് വിട്ടിട്ട് ആ സൈഡ് ലോവറിൽ ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുക, സമ്മതിക്കണം. ഈ വണ്ടി ഇവിടുന്ന് ഇപ്പം എടുക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ വാഷ് ബേസിനായാലും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്റ്റ്ബിൻ ഉണ്ട്, ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ടോയ്ലറ്റ് നോക്കുവാണെങ്കിൽ ഇത് വെസ്റ്റേൺ സ്റ്റൈലാണേ. ടോയ്ലറ്റ് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വാഷ് ബേസിനും കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി മിററും ഉണ്ട്. നേരെ ഇപ്പുറത്തുള്ളത് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് ആണേ. ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി നല്ല ഫ്രഷ് ആക്കി ഇട്ടിട്ടുണ്ട്. ഈ വണ്ടി ശരിക്കും വളഞ്ഞ മൂക്ക് പിടിച്ചാണ് ഓടുന്നത് പറഞ്ഞില്ലേ. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് നേരെ പാലക്കാടേക്ക് ഇവിടുന്ന് തന്നെ പോകാൻ വേണ്ടി പറ്റും. മധുരൈ, ഡിണ്ടിക്കല്, പൊള്ളാച്ചി വഴി കൊല്ലങ്കോട് ആ ഒരു വഴി പാലക്കാട് കയറിയിട്ട് അങ്ങനെ പോവാം. അല്ലെങ്കിൽ മധുരൈ, ഡിണ്ടിക്കല്, ട്രിച്ചി കയറിയിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് അങ്ങനെയും പോവാം. എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള യാത്രക്കാരുടെ സൗകര്യം കൂടി നോക്കിയിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ വളഞ്ഞങ്ങ് ഓടുന്നത് കേട്ടോ. പാവം വണ്ടിയല്ലേ. ഈ വണ്ടി പോകുന്ന റൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ തിരുനെൽവേലിയിൽ നിന്ന് എടുത്തിട്ട് നേരെ നാഗർകോവിൽ ടൗൺ വഴി നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് കയറും. അവിടെ നിന്നിട്ട് ആലപ്പുഴ വഴി അങ്ങനെ പോയി പാലക്കാട് കയറും. പാലക്കാട് നിന്നിട്ട് കോയമ്പത്തൂര്, സേലം, പിന്നെ കാറ്റ്പാടി, റെണിഗുണ്ട വഴി അങ്ങനെ പോയിട്ട് വിജയവാഡയിലേക്ക് എത്തും. വിജയവാഡയിൽ നിന്നിട്ട് വാരങ്കല്, ബല്ലർഷ വഴി നേരെ നാഗ്പൂരിലേക്ക് പോകും. നാഗ്പൂരിൽ നിന്നിട്ട് പിന്നെ ഗോണ്ടിയ, ദുർഗ്, റായ്പൂർ ജംഗ്ഷൻ വഴി നേരെ ബിലാസ്പൂരിലേക്ക് എത്തും. ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട് പറയാം കേട്ടോ. ഈ പാതിരാത്രി നട്ടപ്പാതിരക്ക് വണ്ടിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നാല് ഈ ഉറക്കം പോകും. അതും ഇതൊക്കെ ആലോചിച്ചിട്ട്, പറയേണ്ടതൊക്കെ ആലോചിച്ചിട്ട് ഉറക്കം പോകും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യമൊക്കെ നാളെ രാവിലെ പറയാം. നമ്മൾ ഏകദേശം കായംകുളമൊക്കെ എത്തുമ്പോൾ നേരം വെളുത്തു തുടങ്ങും. 6 മണി ആ ഒരു ടൈമിൽ ആവുമ്പോഴേക്കാണ് കായംകുളം ഈ വണ്ടി എത്തുന്നത്. എനിക്ക് ഈ വണ്ടിക്ക് തിരുനെൽവേലിയിൽ നിന്ന് പാലക്കാട് വരെ പോകാൻ സ്ലീപ്പർ ക്ലാസ്സിനായത് 355 രൂപയാണേ. ഇതെപ്പോഴും പറയണമെന്ന് ഞാൻ വിചാരിക്കും, ടിക്കറ്റ് ഫെയർ. അതെപ്പോഴും ഞാൻ മറന്നു. ഇന്ന് ആലോചിച്ച് ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് പറഞ്ഞതാ. സമയം 1:25 കറക്റ്റ്. തിരുനെൽവേലിയിൽ നമ്മുടെ ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ ഡിപ്പാർട്ടായിരിക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്ന് വിട്ടാൽ പിന്നെ ഈ വണ്ടിക്ക് പിന്നെ സ്റ്റോപ്പുള്ളത് നാഗർകോവിലാണ് കേട്ടോ. നാഗർകോവിൽ ടൗൺ. നാഗർകോവിലിൽ ഈ വണ്ടി എത്തുന്നത് 2:35 ആ ഒരു ടൈമിലൊക്കെയാണ്. അതുപോലെ ട്രിവാൻഡ്രം എത്തുമ്പോൾ 4:15. ആ സമയത്ത് എന്തായാലും ഞാൻ അറിയൂല. നമുക്ക് കായംകുളമൊക്കെ എത്തുമ്പോൾ കാണാം. അപ്പൊ തിരുനെൽവേലിയോട് വിട. ഇതൊരു കരിഞ്ഞ പീസവൻ കിടക്കുന്നു. 39,521 നമ്പർ. എന്ത് ചെളിയാ അതിന്. ഇപ്പം നമ്മുടെ കോച്ചിൽ വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇനി നാഗർകോവിൽ നിന്ന് കയറുമെന്ന് അറിയില്ല, ഞാൻ ചാർട്ട് നോക്കിയില്ല. തിരുവനന്തപുരം, കൊല്ലം ആ ഒരു ഭാഗമൊക്കെ ആവുന്ന സമയത്ത് എന്തായാലും ആൾക്കാർ കയറും. പിന്നെ എറണാകുളത്ത് നിന്നും കുറേ ആൾക്കാർ കയറാനുണ്ടാവും. നല്ല കൂരിട്ട് ഇടക്കിടക്ക് ഓരോ വീട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ കാടാ. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. നാളെ രാവിലെ കാണാം. കായംകുളം 6 മണിയാകുമ്പോൾ എത്തും. 6 മണി 6:05 ആ ഒരു ടൈമിൽ കായംകുളം എത്തും. അതിന് മുന്നേ വെളിച്ചം വന്നാൽ അതിന് മുന്നേ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ കായംകുളം എത്തുന്നതിന് മുന്നേ അറിഞ്ഞു, പിന്നെ ഉറങ്ങിപ്പോയി. എന്നിട്ടിപ്പോൾ കായംകുളം കഴിഞ്ഞ് ആലപ്പുഴ റൂട്ടിലേക്ക് കയറി നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക.
നമ്മളങ്ങനെ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ആലപ്പുഴ ഇപ്പം എറണാകുളം എക്സ്പ്രസ് കയറിയിട്ടുണ്ട്. അത് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് പോയാലേ നമ്മളെ ഇവിടുന്ന് വിടാൻ ചാൻസ് ഉള്ളൂ. ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി കയറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആൾക്കാരുണ്ട് കയറാൻ വേണ്ടിയിട്ട്. വിജയവാഡ ലോക്കോ ഷെഡിന്റെ WP7 ആണ് നമ്മുടെ ഇന്റർസിറ്റിയുടെ ലോക്കോ. ഹൈറൈസ് പാൻഡോഗ്രാഫ് ഉള്ള ലോക്കോയാ. നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ കിട്ടിട്ടോ, ഇവിടുന്ന് എടുത്തു. അങ്ങനെ നമ്മുടെ മഴക്കാർ പിടിച്ച് നിൽക്കുന്ന ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. സമയം 7:11. നമ്മുടെ സ്ലീപ്പർ കോച്ചുകളിലേക്ക് കയറാനൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നല്ല മഴക്കാറുണ്ട്. കാറ് പിടിച്ചു കുത്തി അങ്ങ് മഴ പെയ്യും. കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പോകുന്ന ഈ ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ഞായറാഴ്ചയും തിരുനെൽവേലിയിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രിയാവുന്ന സമയത്ത് ബിലാസ്പൂരിലേക്ക് എത്തും കേട്ടോ. ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഈ ബിലാസ്പൂർ വരുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വണ്ടി കൂടിയാണിത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ഡിപ്പാർട്ട് ആയിട്ടുണ്ട്. സമയം 7:15. നമ്മളങ്ങനെ ചേർത്തല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്തും. ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ. നമ്മളങ്ങനെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 7:34. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അത് പെയ്തില്ല, അതങ്ങനെ തന്നെ അങ്ങ് പോയി. നല്ല മഴക്കാറ് പിടിച്ച ആകാശവും റെഡ് കളർ LHP കോച്ചും ഒരു മഴ പെയ്ത് നിൽക്കുന്ന പരിസരവും നൈസല്ലേ. 2010 ജനുവരി മാസത്തിലാണ് ഈ ഒരു ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ ആദ്യ സർവീസ് നടന്നത്. ആദ്യകാലത്ത് ഈ വണ്ടി എക്സ്പ്രസ് കാറ്റഗറിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പിന്നീടാണ് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലേക്ക് മാറ്റിയത്. മുമ്പ് എക്സ്പ്രസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വണ്ടിയുടെ നമ്പർ 12788 എന്നായിരുന്നു. ഇപ്പൊ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലേക്ക് മാറ്റിയ പിന്നെ 22620 എന്ന നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. അതുപോലെ ഛത്തീസ്ഗഡ് ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഈ വണ്ടി അവരുടെ വണ്ടിയല്ല, ഇത് നമ്മുടെ സതേൺ റെയിൽവേയുടെ കീഴിലുള്ള മധുരൈ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അതുപോലെ ഈ വണ്ടിയുടെ റേറ്റിന്റെ മെയിൻ്റനൻസും കോച്ചിന്റെ പരിപാലനമൊക്കെ ചെയ്യുന്നത് തിരുനെൽവേലി കോച്ചിങ് ഡിപ്പോയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏകദേശം 2495 കിലോമീറ്ററാണ് ഈ ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് സഞ്ചരിക്കുന്ന ദൂരം. അതുകൊണ്ട് തന്നെ സെക്കൻഡറി മെയിൻ്റനൻസ് ഈ വണ്ടിയുടെ റേറ്റിന് ആവശ്യമാണ്. അത് ചെയ്യുന്നത് ബിലാസ്പൂർ വെച്ചിട്ട് തന്നെയാണ്. ഈ വണ്ടി 2018 ജൂണിലാണ് LHPയിലേക്ക് മാറിയത് കേട്ടോ.
അതുപോലെ ചെന്നൈ എഗ്മോറിലേക്ക്, തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്ന ഒരു വീക്കിലി സമ്മർ സ്പെഷ്യൽ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഈ വണ്ടിക്ക് റൈഡ് ഷെയറിംഗ് ഉണ്ട്. അതിപ്പോഴും സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ, ആ സ്പെഷ്യൽ വണ്ടി. നമ്മുടെ മംഗലാപുരം സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, മാവേലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുന്ന ലേറ്റ് കണ്ടോ നിങ്ങൾ? 5 മണിക്കൂറും 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. മഴയും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം തന്നെ ആയിരിക്കണം. ഇപ്പം ഇവിടേക്ക് എത്തും, ചേർത്തലേക്ക്. അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ മാവേലി എക്സ്പ്രസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ സിഗ്നൽ കിട്ടുമായിരിക്കും. യെസ്, നമ്മളങ്ങനെ ചേർത്തലയിൽ നിന്ന് ഡിപ്പാർട്ട് ആയിട്ടുണ്ട്. നമ്മള് തുറവൂർ സ്റ്റേഷൻ എത്തി. സ്കിപ്പ് അടിക്കേണ്ട വണ്ടിയാണ്, വണ്ടി സ്ലോ ആക്കി. തുറവൂരിന്ന് പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ, സിഗ്നൽ പെട്ടെന്ന് കിട്ടി. ഇവിടെയൊക്കെ വെള്ളമുണ്ട്, ഒരുപാട് വെള്ളമൊന്നുമില്ല, എന്നാലും കെട്ടിക്കിടക്കുന്ന കാണാം. ആ വീടിന്റെ മുറ്റത്തൊക്കെ ഒരു മരം പൊട്ടി വീണിട്ട് കണ്ടു. റെയിൽവേ ട്രാക്കിലേക്ക് ഉണ്ടായിരുന്നത് മുറിച്ചു കളഞ്ഞു അതിന്റെ കൊമ്പ്. എന്നിട്ട് ആ മരത്തിന്റെ തടിയൊക്കെ അതുപോലെ തന്നെയുണ്ട്. തെങ്ങിന്റെ ഒക്കെ വളവ് നോക്കിയേ, അങ്ങ് അവിടെ നട്ടിട്ട് ഇങ്ങ എവിടെയൊക്കെ വന്നത്. അവിടെയൊക്കെ മരത്തിന്റെ ഇത് കൊമ്പ് കുത്തിയിട്ടുണ്ട്. അരൂർ പാലാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം കയറി കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ പണികളൊക്കെ ഭയങ്കര ശോകമായിരിക്കും. ഇതൊന്നും അങ്ങോട്ട് നീങ്ങണേ ഇല്ലല്ലോ അല്ലേ? എത്ര നാളായി ഇതുപോലെ തന്നെ കിടക്കുന്നേ? എന്തൊരവസ്ഥയല്ലേ? ഇവിടൊക്കെ വെള്ളം കെട്ടി നിക്കുക. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടല്ലോ കെട്ടി നിക്കുന്ന ഇങ്ങനെ.
ദേ താറാവുകൾ നീന്തി കളിക്കുന്നു. കുമ്പളം സ്റ്റേഷനാണ് ഇത്. ഇവിടേക്ക് എറണാകുളം ആലപ്പുഴ മെമു വരുന്നുണ്ട്. നമ്മൾ സ്ലോ ആക്കി, ഇപ്പം സിഗ്നൽ കിട്ടുമായിരിക്കും, വണ്ടി ഇവിടെ എത്തി. ആലപ്പുഴ മെമുവും നമ്മുടെ വണ്ടിയും ഇവിടെ നിന്ന് ഒരുമിച്ച് എടുത്തു കേട്ടോ. നമ്മള് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. സമയം ഇപ്പം 8:36. ഇപ്പം 38. നമ്മൾ 36 എത്തി. ഞാൻ ഫോണിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഫുള്ള് പണി നടക്കുന്നതിന്റെ ഒച്ചപ്പാടും ബഹളമാണ്. എറണാകുളത്ത് നിന്ന് അങ്ങനെ ഡിപ്പാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. സമയം 8:45. ഈ ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് ഞാൻ നേരെ പാലക്കാടേക്ക് പോയിട്ട് അതിനുശേഷം പാലക്കാട് നേരെ കോയമ്പത്തൂരിലേക്ക് പോവാണ്. KSR ബംഗളൂരു ഇൻ്റർസിറ്റിക്ക്, എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി. അപ്പോൾ നിങ്ങളേക്കും ഈ വണ്ടിക്ക് തന്നെ കോയമ്പത്തൂരിലേക്ക് ടിക്കറ്റ് എടുത്താൽ പോരായിരുന്നോ എന്നല്ലേ? എൻ്റെ ആദ്യത്തെ പ്ലാൻ ഇങ്ങനെ അല്ലായിരുന്നു. പാലക്കാട് വന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നീട് അവിടുന്ന് പ്ലാൻ മാറ്റിയതാണ്. കോയമ്പത്തൂരിലേക്ക് പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലേക്ക് എത്തിയിട്ട് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ LHBയുടെ വീഡിയോയും കൂടി ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു പിന്നീട് ഞാൻ ഉണ്ടാക്കിയ പ്ലാൻ. രണ്ടാമത് പ്ലാൻ മാറ്റിയതുകൊണ്ട് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് വേറെ വണ്ടിക്ക് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അത് സെക്കൻഡ് സെറ്റിംഗ് ആണ് എടുത്തത് ഞാൻ ഇൻ്റർസിറ്റിക്ക്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അപ്പവും കടലക്കറിയും മേടിച്ചു. ഈ 2 ഉണങ്ങിയ ദോശയും ഈ കടലക്കറിക്കും 80 രൂപയാണ് മേടിക്കുന്നത്. കൊല്ലുന്ന വിലയാണ്. കഴിച്ചു നോക്കട്ടെ, വിശന്നോണ്ട് പിന്നെ മേടിച്ചതാ. നമ്മൾ ആലുവ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണേ. അപ്പുറത്തൂടെ കുറച്ച് നേരത്തെ സമ്പർക്രാന്തി ക്രോസ് ചെയ്തിട്ട് പോയി. ഞാൻ ഇത് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ. നമ്മുടെ കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങി ഡയറക്റ്റ് ബിലാസ്പൂരിലേക്ക് പോകാനും നമ്മളിപ്പോൾ പോകുന്ന പോലൊരു വണ്ടി നമുക്കുണ്ട് കേട്ടോ. എല്ലാ ബുധനാഴ്ച മാത്രം എറണാകുളം ജംഗ്ഷനിൽ നിന്നും സർവീസ് നടത്തുന്ന ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആ വണ്ടി.
ആ വണ്ടി നമ്മുടെ സതേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയല്ല, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് ആ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വൃത്തിയുടെ കാര്യമൊക്കെ ലേശം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ വണ്ടിയുടെ സെയിം ടൈം സ്ലോട്ടിലാണ് ആ ഒരു എറണാകുളം ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റും ഓടുന്നത്. അതെ, അവിടെ നമ്മള് തൃശ്ശൂർ എത്തിയിട്ട് ഡിപ്പാർട്ടായി കേട്ടോ. അപ്പുറത്തൂടെ പോകുന്നത് നിസാമുദ്ദീൻ എറണാകുളം മംഗളാലക്ഷദ്വീപാണേ. നമ്മളെ വള്ളത്തോൾ നഗർ സ്റ്റേഷനിൽ പിടിച്ചു കേട്ടോ. മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്, മിക്കവാറും പെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. നല്ല കിടിലം മഴയും വന്ദേ ഭാരത് എക്സ്പ്രസും. മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരതാണ് പോയത്. അതിന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ട്. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണ്ടേ, അതുകൊണ്ട്. നമ്മുടെ തൊട്ടുപുറകിൽ തന്നെ ഏകദേശം KSR ബംഗളൂരു ഇന്റർസിറ്റി ഉണ്ട്. നമ്മളെ കൈകൊട്ടി ടീംസ് പോയിട്ടുണ്ട് കുറെ എണ്ണം, 3-4-5 പേരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിരിവെടുക്കുക, പാർട്ടി പിരിവ് പോലെ ഇവരുടെയൊക്കെ പരിപാടി. എത്ര കയറരുതെന്ന് പറഞ്ഞാലും പിന്നെയും കയറിയിട്ട് ഇതന്നെ പരിപാടി. എന്ത് ചെയ്യാനാ,
പറഞ്ഞിട്ടുണ്ട് ഇതിൽ കയറിയ ഫൈൻ ഈടാക്കും, മറ്റേതാക്കും, ഇതാക്കുന്നു. ആർക്കും ഒരു വിലയില്ല. നിയമത്തിനൊക്കെ പുല്ല് വിലയാ. എന്നോട് വന്നിട്ട് ചോദിച്ചു, ഹേ ഡാർലിംഗ് പൈസ ഉണ്ടോന്ന്. 5 പൈസ ഒരാൾ കൊടുക്കരുത്. വെറുതെ ഇങ്ങനെ പണിയെടുക്കാണ്ട് തെണ്ടി തിരിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫ്രീ ആയിട്ട് കിട്ടല്ലേ ഇന്ന് പൈസ, ആൾക്കാരെ പേടിപ്പിച്ചിട്ട്. 5 പൈസ ഒരാളും കൊടുക്കരുത്. അങ്ങനെ വള്ളത്തോൾ നഗർന്ന് നമ്മുടെ വണ്ടി ഡിപ്പാർട്ട് ആയിട്ടുണ്ട്. സമയം ഇപ്പൊ 10:48 കഴിഞ്ഞു. കേരള കലാമണ്ഡലൊക്കെ ഉള്ളത് ഈ വള്ളത്തോൾ നഗറിന്റെ അടുത്താണ് കേട്ടോ. ഭാരതപ്പുഴയൊക്കെ ഫുള്ള് വെള്ളം കയറിയല്ലോ. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ വെള്ള. എവിടുന്നൊക്കെ മറ്റേ റൂഫിംഗ് ഷീറ്റൊക്കെ ഒലിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്തൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇവിടെ 11:12 എത്തേണ്ടത് 11:23 കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. ചെറിയൊരു ഡിലേ, കുഴപ്പമില്ല. ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ് ആണ് അപ്പുറം ഉണ്ടായിരുന്നത് കേട്ടോ, P7 ആയിട്ട്. അത് ഇവിടുന്ന് ഡിപ്പാർട്ടായി. അപ്പൊ ബിലാസ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ വീഡിയോ ഞാൻ പാലക്കാട് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ ഞാൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് നമ്മുടെ KSR ബംഗളൂരു ഇന്റർസിറ്റി കയറിയിട്ട് പോവാണ്. അതിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.